ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ നടന്ന ഓപ്പറേഷൻ ത്രാഷി 1-ൽ നിർണായകമായത് കരസേനയിലെ ഡോഗ് സ്ക്വാഡിലെ ടൈസന്റെ ഇടപെടലായിരുന്നു. സുരക്ഷാസേന വധിച്ച 3 ഭീകരരും ഒളിച്ചിരുന്ന സ്ഥലം കണ്ടുപിടിച്ചത് ടൈസനാണ്. ഭീകരരെ വെടിയേറ്റ നായർ ചികിത്സയിൽ കഴിയുന്നു. പരിക്ക് പക്ഷേ ഗുരുതരമല്ല. 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, കേൾക്കുമ്പോൾ കൗതുകരമാണ്. അതേസമയം വളരെ പ്രധാനപ്പെട്ടൊരു ഓപ്പറേഷനായിരുന്നു നടന്നത്. അവിടെ ഏത് തരത്തിലായിരുന്നു കരസേനയുടെ ഈ ദൗത്യവും ഒപ്പം ഈ നായയുടെ ഇടപെടലും? രതീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനായിരുന്നു കിഷ്ത്വാറിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടന്നിരുന്നത്. ഈ ഓപ്പറേഷനിലാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ 3 കൊടും ഭീകരരെ സുരക്ഷാ സൈന്യം വധിച്ചത്. ഇതിൽ ഈ ഭീകരരെ കണ്ടെത്തുന്നതിൽ വളരെ നിർണായകമായ ഇടപെടലായിരുന്നു ഈ പാരാ SF-ൻ്റെ, അതായത് 2 പാരാ SF-ൻ്റെ ഭാഗമായിട്ടുള്ള പാരാ SF-ൻ്റെ ഡോസ്കോഡിൻ്റെ ഭാഗമായ ടൈസൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ടൈസൺ ആയിരുന്നു ഈ ഭീകരരെ ആദ്യം സ്പോട്ട് ചെയ്തത് എന്നാണ് ഇപ്പോൾ കരസേന ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കൊടും ഈ ഭൂപ്രദേശത്ത് വലിയ ദുർഘടമായ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് വലിയ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു. അവിടെയായിരുന്നു ഈ ഭീകരർ ഒളിച്ചിരുന്നത്. ഈ ജർമ്മൻ ഷെപ്പേർഡ് വിഭാഗത്തിൽപ്പെട്ട നായയാണ് ഈ ടൈസൺ. ഇത്തരം ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുന്നതിന് വലിയ തോതിലുള്ള പരിശീലനങ്ങളൊക്കെ നേടിയ നായായിരുന്നു. പക്ഷേ ഈ ടൈസൺ ആയിരുന്നു ആദ്യ വെടിയേറ്റിരുന്നത്. ഈ സംഘത്തിൽ ആദ്യ വെടിയേറ്റിരുന്നത് ടൈസൺ ആയിരുന്നു. ഈ ടൈസന്റെ കാലിനായിരുന്നു ഭീകരരെ വെടിയേറ്റിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും ടൈസൺ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പാരാ SF കമാൻഡോകളെയും അതുപോലെ തന്നെ CRPF-ൻ്റെയും ഈ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും ഒക്കെ അടങ്ങുന്ന സംഘത്തിനെ ഈ ഭീകരരെ ഒളിത്താവളത്തിലേക്ക് നയിച്ചത് ടൈസൺ ആയിരുന്നു. ടൈസണിന് നൽകിയ സൂചന, അതായത് ടൈസനെ പിന്തുടർന്നായിരുന്നു ഈ സംഘം, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ഒളിത്താവളത്തിലെത്തുകയും അവിടെ ഉണ്ടായിരുന്ന 3 ഭീകരരെ പിന്നീട് ഏറ്റുമുട്ടലിൽ വധിക്കുകയുമൊക്കെ ചെയ്തത്. ഈ ടൈസന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാലിൽ വെടിയേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റിരുന്ന ടൈസനെ പിന്നീട് എയർലിഫ്റ്റ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ ഇപ്പോൾ ചികിത്സയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ടൈസന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ നിലവിൽ കരസേന വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കൗതുകം, പക്ഷേ അതിധീരമായ ഒരു ഓപ്പറേഷനായിരുന്നു. ആ ഓപ്പറേഷനാണ് ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ നടന്ന ഓപ്പറേഷൻ ത്രാഷി 1-ലാണ് നിർണായകമായി മാറിയത്. കരസേനയിൽ ഡോഗ് സ്ക്വാഡിലെ ടൈസന്റെ ഇടപെടൽ. ടൈസന് കാലിന് വെടിയേറ്റു, പക്ഷേ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് അടക്കമുള്ള വിവരങ്ങളാണ് ബാലഗോപാൽ പങ്കുവച്ചത്. 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് സൈന്യമെന്ന് ഏറ്റുമുട്ടലിൽ വധിച്ചത്.